ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി സുപ്രധാനമായ വിദ്യാഭ്യാസ സാങ്കേതിക പ്രഖ്യാപനങ്ങൾ നടത്തി. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന രാജ്യത്തെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കുമായി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും അടുത്ത ഒരു വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ പ്രായോഗിക വൈദഗ്ധ്യ പരിശീലനം നൽകുമെന്നുമുള്ള 2 പ്രഖ്യാപനങ്ങളാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം നടത്തിയത്. രാജ്യത്ത് നിലവിലുള്ള സമാന്തര കോച്ചിംഗ് സംസ്കാരം ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വൻകിട കോച്ചിംഗ് സ്ഥാപനങ്ങളിലേക്ക് മക്കളെ അയച്ചില്ലെങ്കിൽ അത് കുടുംബത്തിന് അപമാനമാണെന്ന തരത്തിലുള്ള തെറ്റായ ഒരു സാമൂഹിക മനോനില സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന്റെ പേരിൽ സാധാരണക്കാർ കൊള്ളപ്പലിശയ്ക്കും കടക്കെണിക്കും ഇരയാകുന്നുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. കോച്ചിംഗ് ഫീസ് ഇനത്തിലും വിദൂര നഗരങ്ങളിലെ താമസ ചെലവുകൾക്കുമായി രക്ഷിതാക്കൾ ഒഴുക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം സഹായിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാൻ ഇത് വഴി തുറക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ലോകത്തിന് മാതൃകയായി പടുത്തുയർത്തിയ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കരുത്തും രാജ്യത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെയും പ്രതിഭകളുടെയും സേവനവും സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും സമ്പൂർണ്ണ സൗജന്യ കോച്ചിംഗ് ശൃംഖല യാഥാർത്ഥ്യമാക്കുക. നീറ്റ്, JEE, UPSC, ബാങ്കിംഗ് തുടങ്ങിയ പ്രവേശന തൊഴിൽ പരീക്ഷകൾ ലക്ഷ്യമിട്ട് രാജസ്ഥാനിലെ കോട്ട ഉൾപ്പെടെയുള്ള വൻകിട ഹബ്ബുകളിൽ നടക്കുന്ന കച്ചവടവൽക്കരണവും വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദവും ദീർഘനാളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ IIT കാൺപൂർ വികസിപ്പിച്ച സാഥി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ വിപുലീകരണമാണ് ഇതിലൂടെ കേന്ദ്രം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കളാണ് യഥാർത്ഥ ചാലക ശക്തിയെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി വരുന്ന ഒരു വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ സമഗ്ര പരിശീലനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ SOAR, ഇന്ത്യ AI മിഷൻ എന്നിവയുമായി സംയോജിപ്പിച്ചായിരിക്കും ഈ ബൃഹത് പരിശീലന പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച സപ്തധാര, വികസന രേഖയിൽ മാനുഫാക്ചറിംഗ്, ഭക്ഷ്യ സംസ്കരണം എന്നിവയ്ക്കൊപ്പം 3ാമത്തെ കേന്ദ്ര ബിന്ദുവായ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്ററുകൾ, ക്വാണ്ടം ടെക്നോളജി എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമീപകാലത്ത് രാജ്യത്തുടനീളം വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ രൂക്ഷമായ ജനരോക്ഷം കടുത്തുയർന്നിരുന്നു. ഇതിനെ തുടർന്ന് യുവജനങ്ങളുടെയും ഇടത്തരം കുടുംബങ്ങളുടെയും വിശ്വാസം വീണ്ടെടുക്കാനും വിദ്യാർത്ഥി സമൂഹത്തിന്റെ അസംതൃപ്തിക്ക് പ്രായോഗിക പരിഹാരം കാണാനുമുള്ള സുപ്രധാന കാൽവെപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനങ്ങളെ വിലയിരുത്തുന്നത്. കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയും ഒപ്പം രാജ്യാന്തര സാങ്കേതിക മുന്നേറ്റങ്ങളിൽ രാജ്യത്തെ യുവതലമുറയെ മുൻനിരയിലെത്തിക്കുകയും ചെയ്യുക എന്ന ഇരട്ട ലക്ഷ്യമാണ് ഈ ദേശീയ സംരംഭങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.